സംസ്ഥാനത്ത് പേവിഷബാധയുള്ളതും ക്രൂരമായ രീതിയിൽ അക്രമകാരികളുമായ തെരുവുനായകളെ ദയാവധത്തിന് വിധേയമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ SOP അടങ്ങിയ ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പേവിഷബാധ സ്ഥിരീകരിച്ചവർ സുഖപ്പെടുത്താനാകാത്ത രോഗങ്ങളോ മാരകമായ പരിക്കുകളോ ഉള്ളവ പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയാകുന്ന തരത്തിൽ അക്രമാസക്തരായ നായകൾ എന്നിവയെ മാത്രമാണ് ദയാവധത്തിന് വിധേയമാക്കുക. ഇതിനായി ഓരോ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലും സ്ട്രേ ഡോഗ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കും. തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ ചെയർമാനാകുന്ന ഈ സമിതിയിൽ വെറ്ററിനറി ഓഫീസർ, ജനപ്രതിനിധികൾ, മെഡിക്കൽ ഓഫീസർ, മൃഗക്ഷേമ ബോർഡ് പ്രതിനിധി തുടങ്ങിയവർ അംഗങ്ങളായിരിക്കും. സമിതിയുടെ രേഖാമൂലമുള്ള ശുപാർശയോടെ ലൈസൻസ് ഉള്ള വെറ്റിനറി സർജൻ മാത്രമേ നടപടി പൂർത്തിയാക്കാൻ പാടുള്ളൂ. പിടികൂടുന്ന നായകളെ 2 മുതൽ 3 ദിവസം വരെ ഐസൊലേഷൻ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാക്കും. ഈ സമയത്തിനുള്ളിൽ മൃഗസ്നേഹികൾക്കോ സംഘടനകൾക്കോ നായകളെ ദത്തെടുക്കാൻ അവസരമുണ്ടാകും. മറ്റു നായകളുടെ മുന്നിൽ വെച്ച് ദയാവധം നടത്താൻ പാടില്ലെന്നും വേദനയില്ലാത്ത രീതിയിൽ നിശ്ചിത മരുന്നുകൾ കുത്തിവെച്ച് മാത്രമേ ഇത് ചെയ്യാവൂ എന്നും നിർദ്ദേശമുണ്ട്. വിഷപ്രയോഗമോ മറ്റു ക്രൂരമാർഗങ്ങളോ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നിയമപ്രകാരം നടപടികൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു.